കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്ന് വീണ്ടും പുക ഉയരുന്നു. മെഡിക്കൽ കോളേജിലെ 6ാം നിലയിൽ നിന്ന് തന്നെയാണ് പുക ഉയരുന്നത്. മേഘയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മേഘ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഏറെ ആശങ്ക പരത്തിയ ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും പുക പടരുന്നു. എങ്ങനെയാണ് സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് കാഷ്വാലിറ്റി കെട്ടിടത്തിലല്ല, നേരത്തെ PMSSY ബ്ലോക്കിലെ 6ാം നിലയിൽ നിന്നാണ് പുക ഉയർന്നത്. ഇവിടെ നിലവിൽ ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഉള്ളത്. എന്നാൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായ മുതൽ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പരിശോധനയ്ക്കിടെയാണ് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകുന്നു. അത് പിന്നീട് പുക ആയി മാറുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ നിലവിൽ വ്യക്തമാക്കുന്നത്. സ്ഥലത്ത് പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. രോഗികളെ മാറ്റേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. കാരണം അതായത് ഇപ്പോൾ സ്പാർക്കുണ്ടായ പുക ഉയർന്ന സ്ഥലത്ത് രോഗികൾ ഇല്ല. കൃത്യമായി തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഒരു പുക വരുന്ന സാഹചര്യത്തിൽ ബിൽഡിംഗ് മുഴുവനായും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ പരിശോധന നടത്തുകയാണ്. അങ്ങനെ ഓരോ സെഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് ഒരു പ്ലഗ് പോയിന്റ് പരിശോധിക്കുന്നതിനിടെ ചെറിയൊരു സ്പാർക്കും അത് പിന്നീട് പുക ആയി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ രോഗികളെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്. കൃത്യമായി ഈ സ്ഥലത്ത്, അതായത് നേരത്തെ പുക ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. ഇത് എങ്ങനെയാണ്, ഷോർട്ട് സർക്യൂട്ട് ആണോ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്പാർക്ക് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും പരിശോധനയിൽ വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മേഘ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കാഷ്വാലിറ്റി ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പുക ഉയർന്നപ്പോൾ ആളുകളെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മേഘ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ ആളുകളെ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഒരിക്കൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതാണ്. നിലവിൽ അത്തരത്തിൽ എന്തെങ്കിലും ജനങ്ങളുടെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? ഭദ്ര, അതായത് കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായില്ല. പുക ഉയർന്നപ്പോൾ തന്നെ കൃത്യമായി മെഡിക്കൽ കോളേജ് അടിയന്തര ഇടപെടൽ നടത്തി രോഗികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. അതും അങ്ങനെ ഒരു പുക ഉയർന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രയാസം, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് രോഗികൾക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് മെഡിക്കൽ കോളേജ് അടിയന്തര ഇടപെടൽ ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു. ഏതായാലും ഇത് അത്തരമൊരു ആ സംഭവമായി നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കുകയില്ല. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നിലവിൽ ഈ PMSSY ബ്ലോക്കിൽ നടക്കുകയാണ്. എല്ലാ നിലകളും പരിശോധിച്ചു വരുന്നതിനിടെ 6ാം നിലയിലെ അതായത് ഓപ്പറേഷൻ തിയേറ്റർ സമീപത്തെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്പാർക്ക് ഉണ്ടാകുന്നത്. അത് പിന്നീട് പുകയായി മാറി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. കാരണം ഈ നിലയിൽ, അതായത് 6ാം നിലയിൽ രോഗികളൊന്നും തന്നെയുമില്ല. ഓപ്പറേഷൻ തിയേറ്ററാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി പരിശോധന നടത്തിയ ശേഷം മാത്രമേ രോഗികളെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റൂ എന്ന് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് നേരത്തെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന്. ആ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധന നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സ്വിച്ച് ബോർഡിൽ നിന്നൊരു സ്പാർക്കും പിന്നീട് അത് പുക വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എല്ലാ സംവിധാനങ്ങളും നിലവിൽ മെഡിക്കൽ കോളേജിലുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിഭാഗം മേധാവികളും അതിനൊപ്പം സൂപ്രണ്ടും ഒക്കെ തന്നെയും ഈ സ്ഥലത്തുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്. ശരി, വ്യക്തമാണ് മേഘ. എന്തായാലും മെഡിക്കൽ കോളേജിന്റെ 6ാം നിലയിൽ നിന്നാണ് ഇത്തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരം ഒരു പുകയുണ്ടായത്. ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ നിലയിൽ രോഗികളില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല.